ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരൊറ്റ തവണ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിതിൻ്റെ ഫാനായിട്ട് മാറും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പൊറാട്ടക്കൊക്കെ ഈ ഒരൊറ്റ ചിക്കൻ മതി. അടിപൊളി എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ഇത്ര മാത്രം മതി. ഇനി അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് 2 സവോള നീളത്തിൽ കട്ട് ചെയ്തതും 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 15 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഈ ഒരു ഇഞ്ചിയുടെയും ഉള്ളികളുടെയും ഒക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സവോളയും ഇഞ്ചിയെല്ലാം ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വഴറ്റിയെടുത്ത ഉള്ളികളെല്ലാം ചട്ടിയുടെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാ മുളക് പൊടി 1 ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നന്നായിട്ട് വറുത്ത് നല്ലൊരു മൂത്ത മണമൊക്കെ വരും കേട്ടോ. ഈ ഒരു മസാലപ്പൊടികളുടെ ആ ഒരു വറവിൻ്റെ മണം വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളികളും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കനിലൊക്കെ ഈ ഒരു മസാലപ്പൊടികൾ എല്ലാ കഷ്ണത്തിലും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കഴിഞ്ഞ് ചിക്കൻ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്നും വെള്ളം വരും. അപ്പോൾ 1/2 കപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ അടച്ച് വെച്ചാൽ മതി. ആ ഒരു ആവി കടന്നിട്ട് തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ സോഫ്റ്റായി വെന്ത് വന്ന ശേഷം മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവോള വഴറ്റാനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. 20 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കറക്റ്റ് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് തീ കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ വെന്ത ശേഷം വേണം കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കാൻ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം. ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് തൂമിച്ചെടുക്കാനും കൂടെ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുത്ത് 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു മണം അടിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ വറുത്ത് തേങ്ങയൊക്കെ ചേർത്ത് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനാണെങ്കിൽ ഇത് മാത്രം മതി. അതുപോലെ ചപ്പാത്തിക്കും നെയ്ച്ചോറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ മുമ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്